ഹായ് പാർവതി. ഹായ് ചേച്ചി. സുഖമായിരിക്കുന്നു. സുഖം. പാർവതി, എനിക്ക് ഒരു ഒരു സജഷനാണ്, ക്വസ്റ്റ്യൻ അല്ല. ആക്ച്വലി പാർവതിയോട് പറയാനുള്ളത്, നമ്മളെപ്പോഴും നമ്മുടെ ക്രിറ്റിസിസം തന്നെയാണ് നമ്മളെ വളർത്തുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും WCC ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, അതെല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ എനിക്ക് ഈ കോൺവെർസേഷൻ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, എനിക്കൊരു സജഷനായിട്ട് പറയാനുള്ളത്, ഇപ്പൊ നേരത്തെ പാർവതി സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, നമ്മളിങ്ങനെ സ്ത്രീകൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു നമ്മളെപ്പോഴും എന്ന്. 24 ആയിട്ടും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോ ഈ നിമിഷം ഇങ്ങോട്ട് കാറിൽ വരുന്ന നിമിഷത്തിൽ പോലും ഇപ്പോഴും അത്തരത്തിലുള്ള ആക്രമണം നേരിട്ട സ്ത്രീയുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഈ വരുന്നത്. അപ്പോൾ ഈ വിഷയം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടന്നു വരുന്ന ഒരു വിഷയം തന്നെയാണ്. അത് ഞാൻ തീർച്ചയായിട്ടും സമ്മതിക്കുന്നു. അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ. പക്ഷേ കഴിയുന്നിടത്തോളം അവരെ സഹായിക്കാനുള്ള ഒരു ശ്രമവും നടത്താറുണ്ട്. അപ്പോ ഈ ഇപ്പം ഒരു 4 ദിവസം മുമ്പ് ഒരു സ്ത്രീയെ കൊണ്ട് കമ്മീഷണർ ഓഫീസിൽ പോയി അവിടെ വെച്ച്, സർ ലോക്കൽ പോലീസ് സ്റ്റേഷൻ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, എന്തുകൊണ്ട് എടുക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞു. കാരണം അവർക്കൊരു സഹായം ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എത്താൻ പറ്റാത്തൊരിടത്താണ് നിൽക്കുന്നത് എന്ന്. അതായത് ഈ ഓർഗനൈസേഷൻ, അത് WCC ആവട്ടെ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനും ആവട്ടെ. ഇപ്പൊ ഞങ്ങളുടെ ഡബിംഗ് സ്റ്റുഡിയോയിൽ തന്നെ പണ്ട് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ കൂടെ ചേർത്ത് നിർത്തി, ഞാനുണ്ട് നിങ്ങളോടൊപ്പം, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ വഴി നടത്തുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോ ഡബിംഗ് ആർട്ടിസ്റ്റുകൾ കംപ്ലീറ്റ്ലി സേഫ് ആണ് ഇൻ ഓൾ ദ വേ. അത് ഫിനാൻഷ്യലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും എല്ലാ രീതിയിലും. അപ്പോൾ നമ്മുടെ ഈ ഓർഗനൈസേഷൻ കുറച്ചുകൂടി അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ, അതെല്ലാ തരത്തിലും അവരെ ഇരുന്ന് സംസാരിക്കാനും അവരോടൊപ്പം കുറച്ച് സമയം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുമുള്ള ഒരു സ്പേസ്, കുറച്ച് വ്യക്തികൾ, അതുകൂടെ നിങ്ങൾ WCCക്ക് ഒന്ന് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയാൽ എനിക്ക് തോന്നുന്നു കുറെ കൂടി ആളുകൾ നിങ്ങളിലേക്ക് വരാൻ. സ്ത്രീകൾ, ഞങ്ങൾ എങ്ങനെയാണ് മാഡം അവരുടെ അടുത്തേക്ക് പോകേണ്ടത് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, ആർട്ടിസ്റ്റുകൾ. കാരണം ഡബിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന അങ്ങോട്ട് വരില്ല. ഡബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പൊ പരാതിയും ഇല്ല എന്ന് വെച്ചോളൂ. പക്ഷേ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എൻ്റെ അടുത്ത്, ടെക്നീഷ്യൻസ്, സ്ത്രീകൾ പലരും, ഞങ്ങൾ എങ്ങനെയാ മാഡം അങ്ങോട്ട് പോകേണ്ടത്, ഇത് ആരുടെത്തേക്കാണ് പോകേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നിങ്ങൾ പരിഗണിക്കണം എന്നുകൂടിയാണ് എനിക്ക് ഈ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക്, ഞാനിപ്പോ ഇവിടെ വെറുതെ ഇരുന്ന് കേട്ടിട്ട് പോകാമെന്ന് കരുതി തന്നെയാണ് വന്നത്. പക്ഷെ എനിക്ക് തോന്നി അങ്ങനെയല്ല, എന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സജഷൻ നിൽക്കണം. Of course you will, of course. Thanks, Jyoti. But I also want to talk to you, since this is a suggestion and not an answer question. Actually, I have a question for you. Mic on the kodukko tirisha. Anybody, can you give the mic back to her, please? Thanks. Jyoti, you know me. You can get easily my number. Why haven't you joined the collective? This is a very respectful conversation. Yes. It's a public speech. I have a strong answer. So I have a strong answer. പക്ഷേ ഞാനിത് ഇവിടെ പറയുമ്പോ ഓക്കെ ചേച്ചി, ഇറ്റ്സ് ഫൈൻ. നമുക്കൊന്നിച്ച് മിനിസ്റ്ററെ കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നു ടെലിവിഷനിൽ നിങ്ങളെല്ലാവരും മിനിസ്റ്ററെ കണ്ടു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ അവരോട് വിളിച്ച് ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചില്ല? അതായത് മിനിസ്റ്ററെ കാണാൻ പോകുന്ന മീറ്റിംഗിനല്ല, ബിഫോർ ദ CM മീറ്റിംഗ് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചില്ല എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞ ഒരു ഉത്തരമാണ്, നിങ്ങളെ ഇതിൽ കൂട്ടണ്ട എന്ന് ഞങ്ങളിൽ ചിലർ താല്പര്യപ്പെട്ടു എന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞപ്പോ ഓഫ് കോഴ്സ് എന്നെ ഇപ്പൊ ഇഷ്ടമില്ലെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ അതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് വേറെ. Okay, ma'am, I think I get it. Yeah. So we can take this conversation on the sidelines if you want to continue. I want to just say this for the audience because we do have a wonderful audience here. And I speak for the collective when I say this with permission.